Hello guys, I hope you guys doing well and staying safe. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സെറം ക്രീമിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാനാണ് 1 വീക്ക് മുമ്പ് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും പിന്നെ ഇത് 1 വീക്ക് യൂസ് ആക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടും പിന്നെ എൻ്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പിന്നെ ഇത് ഏത് സ്കിൻ ടൈപ്പിനൊക്കെ സ്യൂട്ടബിൾ ആണ്, അങ്ങനെയുള്ള എല്ലാമാണ് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതിനെപ്പറ്റി മാത്രമല്ല, ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി ജെൽ ഫേസ് വാഷിനെ പറ്റിയിട്ടും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. കാരണം ഇത് ഈ സെറം ക്രീമിൻ്റെ ഒപ്പം വിറ്റാമിൻ സി ഫേസ് വാഷും ഉപയോഗിക്കണം എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ കണ്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടും ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്നോ കമോൺ. ഓക്കെ, അതിങ്ങനെ വിട്ടേ. അപ്പോൾ നമ്മൾ ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സെറം ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വിറ്റാമിൻ സി സെറത്തെ പറ്റി അറിയണം. വിറ്റാമിൻ സി സെറം അല്ലെങ്കിൽ മോയ്സ്ചറൈസറിനെ പറ്റി അറിയണം. ഓക്കെ, അടങ്ങിയിട്ടിരിക്കും. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഡെയിലി വിറ്റാമിൻ സി സെറം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ നമ്മുടെ ഫേസ് ഹെൽത്തി ആയിരിക്കാനോ അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഒന്നുമില്ല, ഇന്നോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. യൂസ് ചെയ്യുമ്പോൾ മുമ്പ് ഉള്ള 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് വിറ്റാമിൻ സി സെറം അല്ലെ മോയ്സ്ചറൈസർ, അതിനെ പറ്റിയിട്ടാണ്, ഗാർണിയറിനെ പറ്റിയിട്ടല്ല കേട്ടോ. ഗാർണിയറിനെ പറ്റി ഈ പറയുന്ന 5 കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പോ ശേഷമോ ഗ്ലൈക്കോളിക് ആസിഡോ സാലിക് ആസിഡോ അപ്ലൈ ചെയ്യാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെയാണ് നമ്മുടെ ഫേസിൽ ഇച്ചിങ്, ഇറിറ്റേഷൻ, റെഡ്നെസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ മൂന്നാമത്തെ, നമ്മുടെ ഫേസ് നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് വേണം അപ്ലൈ ചെയ്യാൻ. അതായത് നമ്മളിപ്പോൾ നനഞ്ഞിരിക്കുന്ന സമയത്തോ ഫേസിൽ വെള്ളം ഒഴിച്ച് ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാണ്ട് ഫേസ് നല്ല ഉണങ്ങി ഡ്രൈ ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഫേസിൽ ആക്നെ അല്ലെങ്കിൽ ആക്റ്റീവ് ആക്നെയും പിമ്പിൾസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിന് ആക്നിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അത് ഭേദമായതിന് ശേഷം ഇത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അടുത്താണ് നമ്മൾ സെറം അല്ലെങ്കിൽ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കൈവെള്ളയിലെടുത്തിട്ട് ഇങ്ങനെ തേക്കുന്നതിന് പകരം നമ്മുടെ ഒരു പിഞ്ച് വിരലിലെടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്ക് ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സെറം ക്രീമിനെ പറ്റിയിട്ട് പറയാം. ഞാൻ വീഡിയോ ഒത്തിരി സ്പീഡാക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒത്തിരി ലാഗ് ആക്കണ്ട, ഓവറാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇച്ചിരി സ്പീഡിൽ പറയുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ വിറ്റാമിൻ സി സെറം ക്രീമിൻ്റെ പറ്റിയിട്ട് അവരെല്ലാം അതിൻ്റെ ചുറ്റിനും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം വായിച്ച് നോക്കാം. ഓക്കെ, ഈ വിറ്റാമിൻ സി സെറം ക്രീം 3 സെറംസ് ഇൻക്ലൂഡായി മേക്ക് ചെയ്തൊരു ക്രീമാണ്. അതേകൊണ്ട് തന്നെ നമ്മളെ ഫേസിൽ വിറ്റാമിൻ സി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് ഈ ക്രീം അപ്ലൈ ചെയ്താലും കിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ 3 സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഡാർക്ക് സ്പോട്ട്, UV സ്പോട്ട്സ്, പിമ്പിൾ സ്പോട്ട്സ്. ഞാൻ അപ്ലൈ ചെയ്തപ്പം എനിക്കാണെങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ബ്രൈറ്റ്നെസ് കിട്ടിയെന്നല്ല, എന്നാലും ഒരു അത്യാവശ്യം ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് അറിയത്തില്ല. ഓക്കെ, പിന്നെ ഇത് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ 1 വീക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1 വീക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി ഫേസ് വാഷും കൂടെ വെച്ച് യൂസ് ആക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുക എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെ യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ 23 ഗ്രാമിന് 109 രൂപയാണ്. ഓക്കെ, നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. സംഭവം ഇതാണ്, ഇത്രയും ബോട്ടിലാണ് ഞാൻ ഇത്രയും യൂസ് ആക്കിയിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ? ഓക്കെ, നമുക്കൊന്ന് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു സൈഡേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവും. സോ എൻ്റെ ഈ സൈഡുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. എന്നാൽ ഞാൻ അപ്ലൈ ചെയ്യട്ടെ ഫുള്ളായിട്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ഫേസിന് ആ ഒരു
ഭാഗത്ത് കുറച്ച് ബ്രൈറ്റ്നസ് നമുക്ക് തോന്നും, ശരിക്കും ബ്രൈറ്റ്നസ് തോന്നും കേട്ടോ. പിന്നെ നമ്മളിത് കറക്റ്റായിട്ട് സ്ഥിരം യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമ്മുടെ ഫേസിന് കിട്ടും. പിന്നെ UV സ്പോട്ട്സും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും എല്ലാം പെട്ടെന്ന് പോകും. ഭയങ്കര കോസ്റ്റ്ലി ഒന്നുമല്ല, അഫോർഡബിൾ പ്രൈസൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഫേസ് ഒന്ന് ഓയിലി ആവും. ഡ്രൈ സ്കിന്ന്, ഓൾ സ്കിൻ ടൈപ്പിന് ഇത് സ്യൂട്ടാണ്. എന്നാൽ കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഫേസിലൊന്ന് ഡ്രൈ ആയിട്ട് വേറൊരു ടെക്സ്ചർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ തൊട്ട് അങ്ങനെ തോന്നാറുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ കൂടി കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബായിട്ട് അത് നമ്മുടെ സ്കിന്നിലങ്ങ് സ്യൂട്ടാവും. വേറെ സ്കിൻ ഇറിറ്റേഷനോ അങ്ങനെ ഒന്നുമില്ല, സ്കിന്ന് വേറെ ഒരു കുഴപ്പം വരാറില്ല. പിന്നെ നമ്മൾ ചിലവർക്കൊക്കെ ആദ്യം അപ്ലൈ ചെയ്താലും നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരും. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഫേസിലായിട്ട് ആദ്യമായിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് അത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമല്ലേ, നമ്മുടെ ഫേസിൽ അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് കുരു വരുന്നത്. അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട. എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ ചെറിയൊരു കുരുസ് വന്നിട്ടുണ്ടായിരുന്നു, അത് എന്നിട്ട് തന്നെ പോയി. ഞാൻ ഇത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ കൈയിലോ നെക്കിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാണോ നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് എല്ലാവരും പറയുന്നത് കേട്ടിട്ട് അപ്ലൈ ചെയ്യാണ്ട് അങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നാലും ഞാൻ ഗാർണിയറിൻ്റെ സെറം ക്രീമിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഈ വിറ്റാമിൻ സി സെറം, വിറ്റാമിൻ സി ജെൽ ഫേസ് വാഷ് ഗാർണിയറിൻ്റെ തന്നെ. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്, ഞാൻ ഇപ്പോൾ ഈ സെറം ക്രീം യൂസ് ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ സാധനമാണ് ഇത്. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ പുറത്തോട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് പെട്ടെന്ന് ഡൾനെസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. കാരണം നമ്മളിത് അപ്ലൈ ചെയ്തൊന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഫേസിനൊരു ഒരു ഉണർവ് കിട്ടിയ പോലെ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് അങ്ങനെയൊക്കെ നമ്മുടെ ഫേസിൽ തോന്നും. അതേപോലെ തന്നെ പെട്ടെന്നൊന്ന് ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടാൻ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഒരു ബ്രൈറ്റ്നെസ് കിട്ടും. എന്ന് വെച്ചാൽ സ്കിൻ ടോണേ മാറും എന്നല്ല, അത്യാവശ്യം ഒരു ബ്രൈറ്റ്നെസ് കിട്ടും. ഓക്കെ, നമ്മുടെ ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് അങ്ങനെ ഒരു ബ്രൈറ്റ്നെസ്. പിന്നെ സ്കിൻ ടോണേ മാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിന് കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ കൂടി ഇത് ഓൾ സ്കിൻ ടൈപ്പിനല്ല, ഒരു നോർമൽ ടു ഓയിലി സ്കിന്നിന് ഇത് അടിപൊളിയാണ്. കാരണം എൻ്റെ നോർമൽ ടു ഓയിലി സ്കിന്നാണ്, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അടിപൊളി റിസൾട്ടായിരുന്നു. നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസായി ഒന്ന് ബ്രൈറ്റ് ആവാൻ നല്ല ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, പക്ഷേ ആണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. സോ എക്സ്ട്രീം ഡ്രൈ ഡ്രൈ ഫേസ് ഉള്ളവർ ഇത് യൂസ് ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 50 ഗ്രാമിന് 125 രൂപയാണ്, മറ്റേതിന് 23 ഗ്രാമിന് 109 രൂപയും. ഓക്കെ, രണ്ടും അഫോർഡബിൾ റേറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ നിന്നോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് കോംബോ ആയിട്ടും കിട്ടും. പിന്നെ അല്ലെങ്കിൽ പുറത്ത് കടയിൽ നിന്ന് മേടിക്കും. ഞാനിത് രണ്ടും കടയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ, ലവ് യു.